നമുക്കിഷ്ടമുള്ള ആളുകളിൽ നിന്ന് പഠിക്കാം. 2, നമുക്കിഷ്ടമല്ലാത്ത ആളുകളിൽ നിന്ന് പഠിക്കാം. ഏതായിരിക്കും നല്ല പഠിത്തം? ഇഷ്ടമല്ലാത്തവരിൽ നിന്ന് വേണം ഇനി പഠിക്കാൻ. എന്താ പ്രശ്നം? ഈ 1% എന്താ ചെയ്തതെന്നറിയോ? ബാക്കി 89%-നെ ടു കീപ് ദം പുവർ, ഈ 1% എന്ത് ചെയ്തെന്നറിയോ? അവർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആര്? കാശുകാർ. എന്നിട്ട് ഈ സിനിമയിൽ കൂടി അവർ നൈസായിട്ടൊരു സ്ട്രാറ്റജി നടപ്പാക്കി. എന്താണെന്നറിയോ? കാശുകാരെല്ലാം ദുഷ്ടന്മാരാ, കാശുള്ളവരെല്ലാം പീഡനക്കാരാ, കാശുള്ളവരെല്ലാം അധാർമിക മാർഗത്തിലാണ് കാശുണ്ടാക്കുക. ഇതിൻ്റെ തെളിവ് കേൾക്കണോ? ഏത് സിനിമയ്ക്കകത്താണ് പാവപ്പെട്ടവനായിട്ടുള്ള വില്ലനുള്ള? എല്ലാത്തിൻ്റെ അകത്തെയും വില്ലൻ കാശുകാരനാ. ശരിയാണോ? ഇൻഡയറക്ട്ലി എന്താ പറയുന്നത്? കാശുണ്ടാക്കരുത്, നിങ്ങൾ വില്ലനായി പോകും. ഇത് ആരുടെ സ്ട്രാറ്റജിയാ? കാശുള്ള 1%-ൻ്റെ സ്ട്രാറ്റജി. എന്തിനാ? നിങ്ങളുടെ തലേ ചിന്ത പോലും പോകരുത് കാശുണ്ടാക്കാൻ. അതിന് ടു കീപ് യു പുവർ ദേ പൊസിഷൻഡ് ഓൾ ദ റിച്ച് പീപ്പിൾ ആസ്. കാരണം കുഞ്ഞു മനസ്സിൽ ഈ സിനിമയൊക്കെ കാണുമ്പോൾ എന്തോ അവൻ്റെ തലയിൽ കാശുള്ളതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ഇപ്പോൾ ഇത് അച്ഛനും മോനുമാണ്. അപ്പം ഞാൻ രാവിലെ എന്നെ സ്കൂളിൽ വിടാൻ പോവുക. അപ്പം ഞങ്ങൾ വളരെ പാവപ്പെട്ട വീട്ടിലെയാണ്. അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ ഭയങ്കര മണിമാളിക, അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുക, അച്ഛാ ഇതെന്താ അവർക്ക് മാത്രം വലിയ വീട്, വലിയ കാറ്, നമുക്കെന്താ ഇതൊന്നും ഇല്ലാത്ത? അച്ഛൻ്റെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാ? ഒന്നെങ്കിൽ സത്യം പറയണം, എന്ത്, എനിക്ക് ഈ കാശുണ്ടാക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് ആ കഴിവില്ല, അതുകൊണ്ട് മോൻ അച്ഛനെ പോലെ ആവരുത്, എന്ത് ചെയ്യണം? കാശുണ്ടാക്കാൻ പഠിക്കണം, അച്ഛനെ കണ്ട് പഠിക്കും. ഏതെങ്കിലും അച്ഛൻ ഈ സത്യം പറയുമോ? അച്ഛൻ എന്ത് പറയും? അവൻ കാശുണ്ടാക്കിയത് അധാർമിക മാർഗത്തിൽ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പൊന്നച്ഛൻ പറഞ്ഞതല്ലയോ, ഞാൻ ഇനി ആ വഴിക്ക് ചിന്തിക്കുവോ? അച്ഛൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പഠിച്ചേനെ. അവൻ എങ്ങനെ അച്ഛൻ്റെ കൂടെ പഠിച്ച് വളർന്ന അയാൾ എങ്ങനെ കാശുണ്ടാക്കിയെന്ന് ഞാൻ പഠിച്ചേനെ. മക്കളോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ആർക്കൊക്കെ മക്കളോട് സ്നേഹമുള്ളേ? ഇന്ന് ചെന്ന് സത്യം പറയണം, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോളെ, അച്ഛനെ കണ്ട് പഠിക്കല്ലേ, അമ്മയെ കണ്ട് പഠിക്കല്ലേ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇത് അറിയാവുന്നിടത്ത് പോയി പഠിക്കണം എന്ന് പറയണം. കേട്ടോ അച്ഛാ? ആ കുഞ്ഞു മനസ്സിൽ നിന്ന് ആ പൈസയോടുള്ള അതെടുത്ത് കളയണം.